ശ്രീ വിനു കിരിയത്ത്, താങ്കൾ എങ്ങനെയാണ് ഈ വിധി പ്രസ്താവത്തെ നോക്കിക്കാണുന്നത്? ഇതിനകത്ത് ദിലീപും അതെ അതിജീവിതയും ഇത് രണ്ടും ഞാനുമായി ബന്ധപ്പെട്ട ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ചോളം നീതിയുടെ പിന്നിൽ പോകുന്ന ഈ പല ചർച്ചകളിലും ഞാൻ പറഞ്ഞിരുന്നത് അതിജീവിതയ്ക്ക് നീതി കിട്ടണം. അതിജീവിതയെ നാം കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഓടുന്ന വാഹനത്തിൽ പീഡിപ്പിച്ച് വീഡിയോ ചിത്രീകരിച്ചതിന് 6 പേർക്ക് ഇന്ന് കുറ്റക്കാരെന്ന് കണ്ടെത്തി. ഇനി അവർക്കുള്ള ശിക്ഷ നമുക്ക് 2 ദിവസത്തിനകത്ത് അറിയാൻ പറ്റും. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ചെയ്തത് ദിലീപാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവ് പ്രോസിക്യൂഷന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ദിലീപ് ഇന്ന് ഈ കേസിൽ ഊരിപ്പോയിരിക്കുന്നത്. ഇനി ദിലീപ് ഒരുപക്ഷെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും ദിലീപ് മേൽക്കോടതിയിൽ പോവും. ഇതിപ്പോൾ അതിജീവിത മേൽക്കോടതിയിൽ പോവും, അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോവും. ഇത് കുറേ നാളത്തേക്ക് രണ്ടുപേരും ഉന്നതരാണ്, രണ്ടുപേരും സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരായതുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് അതിജീവിതയ്ക്ക് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിജീവിതയുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ ഇൻഡസ്ട്രി മുഴുവൻ. ഞാൻ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഭാരവാഹിയും കൂടെ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഫെഫ്കയുടെ ഞങ്ങൾ എല്ലാവരും അതിജീവിതയുടെ കൂടെ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ദിലീപിന് അമ്മ എന്ന സംഘടന പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, ഫെഫ്കയിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അയാൾ നിരപരാധി ആണെങ്കിൽ 85 ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നതിന് ആര് സമാധാനം പറയും? ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞ് മഞ്ജുവാണ് ആദ്യം അതിന് തുടക്കമിട്ടതെങ്കിൽ അത് ആരെന്ന് പറയാനും കൂടെ ഇവരൊക്കെ അല്ലാതെ ഞാനൊരു കുറ്റം പറഞ്ഞിട്ട് അതല്ല പോലീസ് നിങ്ങൾ എൻ്റെ എല്ലാ തെളിവുകളും കണ്ടുപിടിച്ചോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാനും കൂടെ അതിനെ സഹായിക്കണം. ഏകദേശം 271ഓളം സാക്ഷികൾ ഉണ്ടായിട്ട് അതിൽ ഒരാൾ പോലും ദിലീപിൻ്റെ കാര്യം പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇനി നാളെ ഇനിയും നീണ്ടു പോകും. പലരും മരിച്ചു, നമുക്കറിയാം. ബാലേന്ദ്രകുമാർ മരിച്ചു, നമ്മുടെ PT തോമസ് അദ്ദേഹം മരിച്ചു. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അങ്ങനെയാണ്. ഇത് അപൂർവമായി ഇത്തരം കേസുകൾക്കൊരു ടൈം ലിമിറ്റെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികൾ വച്ചിരുന്നെങ്കിൽ ഇരു കൂട്ടർക്കും അത് നല്ലതാണ്. ദിലീപിനായാലും ഇപ്പം ദിലീപിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കരിയറിനെ ബാധിച്ചു, സാമ്പത്തികം ബാധിച്ചു. അതുപോലെ തന്നെയാണ് അതിജീവിതയുടെയും മാനസികമായിട്ട് തളർന്നു. ഇന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് വളരെ ദുഃഖത്തിലാണ് അതിജീവിത എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തൊരു വിശ്വാസമുണ്ട് ഇതിൻ്റെ പിന്നിൽ ദിലീപാണെന്ന്. ദിലീപിനെ അറിയാൻ ദിലീപ് അല്ല. ഇതിലേതാണ് ശരിയെന്നുള്ളത് നമ്മളെപ്പോലുള്ള ജനങ്ങൾക്ക് ഒരിക്കലും വിധി പറയാൻ പറ്റില്ല. അതിനാണ് ഇവിടെ തെളിവുകൾ ഹാജരാക്കേണ്ട. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അപ്പോൾ എന്തായാലും ശരി, 6 പേരുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ടു. ഇതിൻ്റെ പറയുന്നത് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചു എന്നാണോ? പൂർണ്ണമായിട്ടല്ല. പീഡിപ്പിക്കുക, അതിനുള്ള ശിക്ഷ കിട്ടി. ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞത് അതിജീവിതയല്ല, മഞ്ജുവാണ് പറഞ്ഞത് ആദ്യം. അപ്പോൾ അത് കണ്ടെത്തേണ്ടത് പോലീസാണ്. ആരാണ് ഇനി ഇത് കൊട്ടേഷൻ കൊടുത്തത്? ഇപ്പോൾ നമ്മുടെ ജോർജ് ജോസഫ് അദ്ദേഹം പറഞ്ഞ പോലെ പൾസർ സുനിക്ക് നേരിട്ട് അതിജീവിതയോട് വലിയ ഗ്രഡ്ജൊന്നും കാണണമെന്നില്ല. പ്രത്യേകിച്ച് അല്ല പൈസ കൊടുത്താൽ അയാൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പുമാണ്, നമുക്കറിയാമല്ലോ. പക്ഷെ ഒന്നാലോചിക്കണം, ഇത് ഗോവയിൽ വെച്ചാണ് സംഭവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ യാത്രാമധ്യേ ആ കുട്ടിയുടെ ജീവന് തന്നെ ഹാനി ഉണ്ടായേനെ. ഇവിടെ നാഷണൽ ഹൈവേയിൽ അതിതിരക്കുള്ള സ്ഥലത്തായതുകൊണ്ടൊക്കെയാണ് അതിൻ്റെ ജീവന് ഇത് കിട്ടിയത്. അതിലൊക്കെ നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. പക്ഷേ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. അതിന് ഈ ദിലീപാണ് എന്നുള്ളത് വരുത്തി തീർക്കരുത്. ആരായാലും ഒരാളുണ്ട്, അത് സത്യമാണ്, ഒരാളുണ്ട്. ഇല്ലാതെ ഈ പൾസർ സുനിക്ക് ഈ കുട്ടിയോട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അത് ഞാൻ ചോദിക്കട്ടെ, സൂത്രധാരൻ തന്നെ ആവണമെന്നില്ലല്ലോ, ഒരു സൂത്രധാരയാവാമല്ലോ. ഒരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.